തിരുസഭാ ചരിത്രത്തിലെ വളരെ വലിയൊരു മരിയൻ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡിസംബർ 9 മുതൽ ഡിസംബർ 12 വരെയുള്ള ആ ദിവസങ്ങളിൽ 4 ദിവസങ്ങളിൽ ജുവാൻ ഡിയോഗ എന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു കർഷകനായിരുന്നു അദ്ദേഹം. അസ്റ്റക്സ് എന്ന് പറയുന്ന ആ ഗോത്രത്തിൽ നിന്ന് അവൻ മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എൻ്റെ സഹോദരങ്ങൾ, ആ സമയത്ത് ഗുഡലൂപ്പ് അമ്മ, നമ്മൾ കേട്ടിട്ടുണ്ട് ഗുഡലൂപ്പ് അമ്മ, ഡിസംബർ 12-ാം തീയതി ആയിരുന്നു അമ്മയുടെ ആ മഹാ തിരുനാൾ. എൻ്റെ സഹോദരങ്ങളെ, ഈ ഗോത്രത്തിൽപ്പെട്ട അറ്റക്സ് എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ജുവാൻ ഡിയാഗോ അവൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് തിരുസഭയുടെ മകനായി മാറുകയാണ്. 1531 മുതലാണ് ഡിസംബർ 9 മുതൽ 12 വരെയുള്ള 4 ദിനങ്ങളിൽ 4 പ്രാവശ്യം പരിശുദ്ധ അമ്മ ഈ ജുവാൻ ഡിയാഗോയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, സഭാ ചരിത്രത്തിൽ വളരെ പ്രാധാന്യതയുള്ള ഒരു മരിയൻ പ്രത്യക്ഷീകരണമാണ് ഗുഡലൂപ്പയിൽ മെക്സിക്കോ പട്ടണത്തിനടുത്തുള്ള ആ ഒരു ടേപ്പിക് മലയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ഷെക്കേന ന്യൂസിനെ ഗുഡലൂപ്പ് അമ്മയുമായി വലിയൊരു ബന്ധമുണ്ട്. ഞാൻ അതിലോട്ട് വരാം. നമ്മൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, തൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ, തൻ്റെ അങ്കിള് വളരെ രോഗബാധിതനായി മരണമുഖം കണ്ടു കിടക്കുന്ന സമയത്ത് അങ്കിളിനെ ശുശ്രൂഷിക്കുവാൻ വൈദ്യസഹായം തേടാനായിട്ട് ആ മലയിടുക്കുകളിൽ കടന്ന് മെക്സിക്കോ പട്ടണത്തിലേക്ക് ജുവാൻ ഡിയാഗോ വരുന്ന സമയത്താണ് ആദ്യമായി 1531 ഡിസംബർ 9-ാം തീയതി വളരെ മഹത്വപൂർണ്ണ സുന്ദരിയായ ഒരു സ്ത്രീ ജുവാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അവൻ പെട്ടെന്ന് അമ്പരന്ന് പോയി. അവനൊരു പാവപ്പെട്ട ആ ഒരു ഗോത്രത്തിലെ ഒരു സാധാരണ ഒരു അപരിഷ്കൃതനായിട്ടുള്ള ഒട്ടും വിദ്യാഭ്യാസമില്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യൻ. ഈ സ്ത്രീയെ കണ്ട നിമിഷത്തിൽ ജുവാൻ ആകെ ഭയപ്പെട്ടു. പരിശുദ്ധ അമ്മ പറഞ്ഞു, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാനിവിടെ ഇല്ലേ, എന്തിനാണ് മകനെ നീ വേദനിക്കുന്നത്? അമ്മ നോക്കിക്കൊള്ളാം, അമ്മ പ്രവർത്തിച്ചു കൊള്ളാം. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ജുവാൻ ഡിയാഗോയുടെ നമ്മുടെ അമ്മ മാതാവ് പറഞ്ഞ അതേ വാക്കുകൾ ഇന്ന് എന്നോടും നിങ്ങളോടും ആവർത്തിക്കുകയാണ്. എൻ്റെ മകനെ, മകളെ, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാനിവിടെ ഇല്ലേ, എന്തിനാണ് എൻ്റെ കുഞ്ഞേ നീ കരയുന്നത്, നീ വേദനിക്കുന്നത്? അമ്മ പ്രവർത്തിച്ചു കൊള്ളാം, അമ്മ നോക്കിക്കൊള്ളാം. എത്ര സുന്ദരമായ ആശ്വാസ വാക്കുകളാണ്. ജുവാൻ ഡിയാഗോയെ അമ്മ ആശ്വസിപ്പിക്കുകയാണ്. നീ ഭയപ്പെടേണ്ട മകനെ, നീ അസ്വസ്ഥനാകേണ്ട, ഞാൻ നിന്റെ അമ്മയാണ്, ഞാനാണ് നിന്റെ അമ്മ. ഈ വാക്കുകൾ ജുവാൻ ഡിയാഗോയെ ഒത്തിരി ബലപ്പെടുത്തി. തുടർന്ന് അമ്മ മാതാവ് പറഞ്ഞു, മകനെ, നീ പോയി നിന്റെ ബിഷപ്പിനോട് പറയുക, ഈ മലമുകളിൽ ഒരു ദേവാലയം നിർമ്മിക്കുവാനായിട്ട്. ഉടനെ ജുവാൻ ഡിയാഗോ പറഞ്ഞു, വളരെ പാവപ്പെട്ട ദരിദ്രനായ എനിക്ക് ബിഷപ്പിൻ്റെ അരികിലേക്ക് പോകാൻ പോലും എനിക്ക് സാധിക്കില്ല, എനിക്കതിനുള്ള വിദ്യാഭ്യാസമില്ല, അറിവില്ല. ഒത്തിരി ഒഴിഞ്ഞു മാറാൻ നോക്കി, വേറെ ആരെയെങ്കിലും ഈ ദൗത്യം ഏൽപ്പിക്കുക, ഞാൻ ഒരു മണ്ടനാണ്, ബോഷനാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കി. പക്ഷെ അമ്മ പറഞ്ഞു, എൻ്റെ സന്ദേശവാഹകരായി ഞാൻ പലരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്, എന്നാൽ എൻ്റെ മകനെ, ഈ ഒരു ദൗത്യത്തിനായി ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുക്കുന്നത്. ആവേ മരിയ, ആവേ മരിയ. നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് കൃത്യമായി നിശ്ചയമുണ്ട്, കർത്താവിൻ്റെ മനസ്സിൽ ആലോചനയുണ്ട്. അമ്മ മാതാവ് പറഞ്ഞു, ഈ ഒരു ദൗത്യത്തിന് വേണ്ടി ജുവാൻ, ഞാൻ നിന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ അമ്മ മാതാവിൻ്റെ വാക്ക് കേട്ട് എൻ്റെ സഹോദരങ്ങളെ, ജുവാൻ ഡിയാഗോ തൻ്റെ ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോകണം. ആ ബിഷപ്പിൻ്റെ പേര് ജുവാൻ ഡി
സുമാരാഗ എന്നാണ് ആ പിതാവിൻ്റെ പേര്. ഈ ജോഹാനെ കണ്ട നിമിഷത്തിൽ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന അംഗരക്ഷകരൊന്നും ഇവനെ അങ്ങോട്ട് അതിനകത്തോട്ട് കടത്തി വിടുന്നില്ല, പിതാവിനെ കാണാൻ അനുവദിക്കുന്നില്ല. അത്രയും അപരിഷ്കൃതനായ ഒരു മനുഷ്യൻ, ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുന്നു. എങ്കിൽ ഇദ്ദേഹത്തിന് വെപ്രാളവും നിർബന്ധമൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സോടെ പിതാവിൻ്റെ അടുത്തേക്ക് കയറ്റി അയച്ചു. ജോഹാൻ പറഞ്ഞു, എനിക്കിങ്ങനെ മഹത്വപൂർണ്ണയായ ഒരു സ്ത്രീ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, ഒരു മഹതി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, ഈ കാര്യങ്ങൾ അറിയിച്ചു, ഈ മലമുകളിൽ നല്ലൊരു ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു. ഇതൊക്കെ പറഞ്ഞപ്പോൾ ബിഷപ്പിനെ അതൊക്കെ ഒരു മണ്ടത്തരമായും ഒരു പൊട്ടത്തരമായും ഈ ജോഹാൻ്റെ തന്നെ ആശയമായിട്ട് തോന്നി. അവൻ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. വളരെ വേദനയോടുകൂടി ജോഹാൻ പോരുന്ന സമയത്ത് പിറ്റേ ദിവസം 1531 ഡിസംബർ 10 വീണ്ടും അമ്മ പ്രത്യക്ഷപ്പെട്ടു. ജോഹാൻ പറഞ്ഞു, അമ്മ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ബിഷപ്പിനെ അറിയിച്ചു. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഇതുപോലെ മരമണ്ടൂസായ എനിക്ക് ദൗത്യം തരാതെ നല്ല ഉന്നതരായ ബുദ്ധിയുള്ള കുലീനത്വമുള്ളവർക്ക് അമ്മ ഈ ദൗത്യം കൊടുക്കാൻ പറഞ്ഞു. അമ്മ വീണ്ടും ആവർത്തിച്ചു, മകനെ, ഈ ദൗത്യത്തിന് വേണ്ടി ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ജോഹാൻ ഡിയോയ്ക്ക് 57 വയസ്സ് പ്രായമുണ്ട്. 57 വയസ്സ് പ്രായം. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരണമടഞ്ഞു. ആ ഏകാന്തതയിൽ വേദനയോടെ ജോഹാൻ ജീവിക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ അവനെ പ്രത്യക്ഷപ്പെട്ടു. നമ്മളെപ്പോഴൊക്കെ വേദനിക്കുന്നു, എപ്പോഴൊക്കെ നമ്മൾ നൊമ്പരപ്പെടുന്നു, എപ്പോഴൊക്കെ നമുക്കൊരു ആവശ്യമുണ്ടോ, ഈ സമയത്തെല്ലാം അമ്മ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്നവളാണ് നമ്മുടെ അമ്മ മാതാവ്. ആവേ മരിയ, വിശ്വാസത്തോടെ പറഞ്ഞേ ആവേ മരിയ, ആവേ മരിയ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, തുടർന്ന് പിതാവ് ബിഷപ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇത് സത്യമാണെങ്കിൽ ഒരു അടയാളം ആവശ്യപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം തൻ്റെ അങ്കിളിൻ്റെ അസുഖം മൂർച്ഛിച്ചു. അപ്പം മെക്സിക്കോ പട്ടണത്തിൽ ചെന്ന് ഈ മലയിടുക്കിൽ കടന്ന് മെക്സിക്കോ പട്ടണത്തിൽ ചെന്ന് അവിടെ ഒരു വൈദികനെ കണ്ടെത്തി അന്ത്യകുദാശ കൊടുക്കുവാനായിട്ട്, രോഗിലേപനം കൊടുക്കുവാനായിട്ടും അതിനുള്ള ശുശ്രൂഷ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ജോഹാൻ തീരുമാനിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ അത് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും തന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി വേറൊരു വഴിയിലൂടെയാണ് അദ്ദേഹം ഈ മലയിടുക്കുകളിലൂടെ മെക്സിക്കൻ പട്ടണത്തിലേക്ക് പോകാൻ അദ്ദേഹം പദ്ധതി ഒരുക്കിയത്. അങ്ങനെ വേറൊരു വഴിയിലൂടെ ജോഹാൻ ഡിയാഗോ പോണ സമയത്ത് ആ വഴിയിലും നമ്മുടെ അമ്മ മാതാവിന് പ്രത്യക്ഷപ്പെടുകയാണ്. ആവേ മരിയ. അമ്മ അവനെ തേടി വരികയാണ്. കാരണം ജോഹാൻ ഡിയാഗോയിലൂടെ ഒരു ജനതയെ, ഒരു രാജ്യം മുഴുവനെയും ശുദ്ധീകരിക്കുവാൻ, നവീകരിക്കുവാൻ ഉള്ള സ്വർഗത്തിൻ്റെ പദ്ധതിയായിരുന്നു ഈ മരിയൻ പ്രത്യക്ഷീകരണം, ഗുഡലുപ്പ അമ്മയുടെ പ്രത്യക്ഷീകരണം. എൻ്റെ സഹോദരങ്ങളെ, ഉടനെ ജോഹാൻ ഡിയാഗോ പറയും, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ വേറെ ആരെങ്കിലും ഏൽപ്പിക്കേ. എൻ്റെ വാക്കുകളൊന്നും ബിഷപ്പ് വിശ്വസിക്കുന്നില്ല, ഒരു അടയാളം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉടനെ പരിശുദ്ധ അമ്മ പറയും, നിങ്ങൾ മനസ്സിലാക്കണം സഹോദരൻ, അത് ആ സമയത്ത് നല്ല വിൻ്റർ, തണുപ്പുള്ള സമയമാണ്, ഡിസംബർ മാസമാണ്, നല്ല അതിശൈത്യമുള്ള സമയം, മഞ്ഞ് മുഴുവൻ വീണ് കിടക്കുന്ന സമയത്ത് ഒരു പൂ പോലുമില്ല, പൂ പോയിട്ട് ഇലകൾ പോലും ഉണ്ടാവില്ല. ആ സമയത്ത് ആ പ്രദേശത്തൊന്നും കാണപ്പെടാത്ത നല്ല സുന്ദരമായ കുറച്ച് പൂക്കൾ അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ പറയും, മകനെ, നീ അത് പറിച്ച് നിൻ്റെ മേലങ്കിയിൽ, ഈ സമയത്ത് ആ മേലങ്കി, ഞാൻ ആ മേലങ്കിയുടെ പ്രത്യേകത പറയാം. വളരെ വളരെ നേർത്ത നൂലുകൊണ്ട്, ചണനൂലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു മേലങ്കിയാണ്. മാക്സിമം അതിനെ ഒരു ഏതാനും മാസങ്ങളുടെ ആയുസ് ഈ മേലങ്കിക്കുള്ള അത്രയും മൃദുലമായ നേർത്ത ഒരു വസ്ത്രം. ആ കാലഘട്ടത്തിൽ അപരിഷ്കൃതരായിട്ടുള്ള ആദിവാസികളെ പോലെയുള്ള മനുഷ്യരുടെ ഒരു വസ്ത്രമായിരുന്നു അത്. ആ വസ്ത്രത്തിൽ ആ പൂക്കളൊക്കെ പറിച്ചിട്ട് അവൻ മലയിടുക്കളിൽ ഓടിപ്പോവുകയാണ് തൻ്റെ ബിഷപ്പിനരികിലേക്ക്. പിതാവിനെ കണ്ട മാത്രയിൽ പിതാവ് ചോദിക്കും, അടയാളം എവിടെയാണ്? ഉടനെ തൻ്റെ ആ മേലങ്കി, ഈ അങ്കി തുറന്ന് ഈ റോസാപ്പൂക്കൾ പോലെയുള്ള നല്ല വർണ്ണങ്ങളുള്ള ഈ പൂക്കളങ്ങ് അവൻ വാരി വിതറുന്നത് കണ്ട് ആ തറയിലേക്ക് ആ പൂക്കളങ്ങ് ഇടുകയാണ്. ഇത് കണ്ട് മുട്ടുകുത്തി പിതാവും പിതാവിൻ്റെ കൂടെയുള്ള സേവകരും അത്ഭുതപ്പെടുകയാണ്.
ആ മുറിയാകെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ സുഗന്ധത്തിൻ്റെ സൗരഭ്യം കൊണ്ട് ആ മുറിയാകെ നിറയപ്പെടുകയാണ്. ആ ചിത്രത്തിൽ, ആ മേലങ്കിയിൽ പിതാവും അദ്ദേഹത്തിൻ്റെ അനുയായികളും കണ്ടു, സേവകരും കണ്ടു. ജുവാൻ ഡിയാഗോയ്ക്ക് എപ്രകാരമാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്? ആ അമ്മയുടെ ആ ഛായാചിത്രം ആ മേലങ്കിയിൽ പിതാവും അദ്ദേഹത്തിൻ്റെ സേവകരും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഒരു സാധാരണക്കാരനായ മനുഷ്യനിലൂടെ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സ്വർഗം അമ്മയെ തെരഞ്ഞെടുത്തു. 57 വയസ്സ് പ്രായമുള്ള, വിദ്യാഭ്യാസമില്ലാത്ത, അക്ഷരജ്ഞാനമില്ലാത്ത ജുവാൻ ഡിയാഗോ എന്ന് പറയുന്ന ഈ മനുഷ്യനിലൂടെ, അമ്മ മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിലൂടെ, അമ്മയിലൂടെ, സ്വർഗത്തിൻ്റെ ഇടപെടലുകളിലൂടെ എന്താ സംഭവിച്ചത്? ആ കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ പ്രാകൃതാചാരങ്ങളായിരുന്നു. പ്രകൃതി ശക്തികൾ ആരാധിച്ചിരുന്നൊരു പേഗൻ കൾച്ചർ, മനുഷ്യക്കുരുതികൾ, നരബലികൾ, ഒരുപാട് നരബലികൾ മനുഷ്യരെ കുരുതി കൊടുത്ത് അങ്ങനെ അവർ ആരാധിച്ചിരുന്ന ദൈവദേവന്മാരെ പ്രസാദിപ്പിക്കുവാനുള്ള പ്രാകൃത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മുങ്ങിത്താന്നിരുന്ന മെക്സിക്കൻ ജനതയിൽ സത്യസുവിശേഷത്തിന് വെളിച്ചം വീശി ആ ജനതയെ കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ പരിശുദ്ധ ത്രിത്വത്തിന് വലിയ പദ്ധതിയായിരുന്നു ഗുഡലൂപ്പയിൽ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ സഹോദരങ്ങളെ, നാം ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ഈ മരിയൻ പ്രത്യക്ഷീകരണം വഴി അടുത്ത 10 വർഷത്തിനുള്ളിൽ 10 മില്യൺ ഏകദേശം 10 മില്യൺ വ്യക്തികളാണ് മാനസാന്തരപ്പെട്ട് അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടത്. ആവേ മരിയ, ആവേ മരിയ, ഉച്ചത്തിൽ വിശ്വാസത്തോടെ പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ. 10 മില്യൺ പീപ്പിൾ, ഏകദേശം 1 കോടി ജനം അവർ മാനസാന്തരപ്പെട്ടു. തങ്ങളെ പ്രാകൃത ആചാരങ്ങൾ ഉപേക്ഷിച്ചു. പ്രകൃതി ശക്തികളോടുള്ള ആരാധന അവർ വിട്ടുകളഞ്ഞു. നരബലികളും മനുഷ്യക്കുരുതികളും അവിടെ അവസാനിച്ചു. കാട്ടുമനുഷ്യരെ അവർ സ്നേഹമുള്ള മനുഷ്യരായി, അവർ കൃപയുള്ളവരായി മാറി, അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നവരായി. ഗോത്ര കലഹങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു ശമനം വന്നു സഹോദരങ്ങളെ. ഏകദേശം 10 മില്യൺ ജനങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു. ഇതാ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എവിടെയുണ്ടോ അവിടെ ജനുവിൻ മാനസാന്തരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് മാനസാന്തരങ്ങൾ തരികയാണ് സഭയ്ക്ക്. ഫാത്തിമയിൽ എന്തുമാത്രം ജനങ്ങൾ മാനസാന്തരപ്പെട്ടു. ലൂർദിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷീകരണം വഴി ഇന്നും ലൂർദിൽ സന്ദർശിക്കുന്ന പലരും മാനസാന്തരപ്പെടുകയാണ്. അനുതാപം വരുന്നു. വിശ്വാസമില്ല ആത്മാക്കളിൽ സത്യവിശ്വാസത്തിന് വെളിച്ചം വർദ്ധിക്കുന്നു. മെജുഗുറിയെ സന്ദർശിക്കുമ്പോൾ അനേകർക്ക് അനുതാപം ഉണ്ടാകുന്നു. പൂർണ്ണ കുംഭസാരം നടത്തുന്നു. തങ്ങളുടെ ജീവിതം കർത്താവിനെ സമർപ്പിക്കുന്നു. സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ മാതാവ് എവിടെയെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ആഴമേറിയ മാനസാന്തരങ്ങൾ സംഭവിക്കുകയാണ്. ഇത് തന്നെ സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് എന്നതിൻ്റെ പ്രകടമായ അടയാളമാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. കാരണം ഒരു വ്യക്തിയെയും മാനസാന്തരപ്പെടുത്താൻ പിശാചിന് അത്ഭുതങ്ങൾ ചെയ്യാം, അടയാളങ്ങൾ ചെയ്യാം, സൗഖ്യങ്ങൾ കൊണ്ടുവരാം, ഭൗതിക നന്മകൾ തരാൻ പറ്റും. എന്നാൽ ഒരു വ്യക്തിയെ പോലും മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക് നയിക്കാൻ പിശാചിന് പറ്റില്ല. പിശാചിന് അനുതാപമുണ്ടായാൽ പിന്നെ പിശാചല്ല. അതുകൊണ്ട് സാത്താൻ ഒരിക്കലും മാനസാന്തരപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാത്താൻ എന്ന് വിളിക്കുന്നത്, ഡെവിൾ എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് സ്തുതിക്കുന്നു. ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, മെക്സിക്കോ സിറ്റിക്ക് അടുത്തുള്ള ഈ ഗുഡലൂപ്പ ബസിലിക്കയിൽ പരിശുദ്ധ അമ്മ മാതാവ് ഇറങ്ങി വന്ന ഈ ഗുഡലൂപ്പയിൽ പല പ്രാവശ്യം പോകുവാൻ കർത്താവ് എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഷെക്കന ന്യൂസിൻ്റെ ഇതിൻ്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത്, ഇതിൻ്റെ പ്രാരംഭ നടപടികൾ നടക്കുന്ന സമയത്ത് ഈ ന്യൂസ് ലൈസൻസിനോടും അതുപോലെ ഷെക്കന
ന്യൂസ് എന്നുള്ള ആ പേര് അത് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് MIB ആണ് നമുക്കത് അപ്രൂവൽ ചെയ്ത് തരേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് നൂലാമാലകളുണ്ട്. അത് ഒട്ടും ഈസി അല്ല. ഞാൻ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് പോലും കിട്ടുന്നില്ല അത് സാറ്റലൈറ്റ് ന്യൂസ് ലൈസൻസ്. വലിയ വലിയ കോടീശ്വരന്മാർക്ക് പോലും അത് ലഭിക്കുന്നില്ല സഹോദരങ്ങളെ. ഈ സമയത്താണ് സാധാരണക്കാരായ നമ്മൾ കർത്താവിൻ്റെ ആലോചന പ്രകാരം തിരുസഭയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, ഈ ചാനലിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത്. എൻ്റെ സഹോദരങ്ങളെ, അതിഭയങ്കരമായ നൂലാമാലകളും പ്രശ്നങ്ങളും. ഈ സമയത്ത് അമേരിക്കയിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആ ശുശ്രൂഷ ഓർഗനൈസ് ചെയ്തവർ എന്നോട് പറഞ്ഞു, ഇതിനെ തൊട്ടടുത്താണ് മെക്സിക്കോ, അമേരിക്കൻ വിസയുണ്ടെങ്കിൽ നമുക്ക് മെക്സിക്കോയിലോട്ട് പോവാം. എനിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ മെക്സിക്കോ പട്ടണത്തിലെത്തി. അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ദൂരം നമ്മൾ കാറിലോ ടാക്സിയിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുഡലുപ്പ ബസിലിക്കയിൽ എത്താൻ പറ്റും. ഞാൻ അവിടെ ചെന്നു. പരിശുദ്ധ അമ്മ ഇറങ്ങി വന്ന ആ പുണ്യഭൂമിയിൽ അഭിഷേകമുള്ള മണി നിൽക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട് സഹോദരങ്ങളെ. ആ മലകളൊക്കെ അവിടെയാണ് മെയിൻ. ഒരു ചാപ്പലുണ്ട്. ആ സ്റ്റെപ്പുകൾ കയറി ആ മലകളിങ്ങനെ കയറി പോകുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ജുവാൻ ഡിയോഗയുടെ ആ ഭൗതിക ശരീരം അടക്കിയിട്ടുള്ള കബറിടം, പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം നേരിട്ട് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. ബസിലിക്കയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു, അമ്മേ, ആശ്രയിക്കുന്ന ഒരു നാൾ ഉപേക്ഷിക്കാത്തവളാണ് അമ്മ. ഒരുപാട് വേദനയുണ്ട്, ഒത്തിരി സങ്കടമുണ്ട്, പലരും സംശയിക്കുന്നു, ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇപ്പോഴും ന്യൂസ് ചാനലിനുള്ള ലൈസൻസ് അപ്രൂവൽ ആയിട്ടില്ല അമ്മേ, ലോഗോ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അമ്മ ഇടപെടണം. അമ്മ ജുവാനോട് പറഞ്ഞില്ലേ, ഞാൻ നിൻ്റെ അമ്മയാണ്, ഞാനിവിടെ ഇല്ലേ, നീ എന്തിനാണ് വേദനിക്കുന്നത്? അമ്മയുടെ വാക്കുകൾ ഏറ്റെടുക്കുകയാണ്. അമ്മ സഹായിക്കണേ എന്ന് പറഞ്ഞ് നിറക്കണ്ണുകളോടെ, ഹൃദയം നുറുങ്ങി, നിങ്ങൾ തുറന്നു പറയേണ്ട സഹോദരങ്ങളെ, വളരെ വേദനയോടെ, അതിലേറെ അമ്മയെ കൂട്ടുപിടിച്ച്, അമ്മയെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടെ അങ്ങ് പ്രാർത്ഥിച്ചു. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കുകയില്ല, കർത്താവ് നിരസിക്കില്ല. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ അമ്മയ്ക്ക് ഈ വലിയ നിയോഗം സമർപ്പിച്ച് ഞാൻ ആ ജുവാൻ ഡിയോഗയുടെ ആ അങ്കിയിൽ പതിഞ്ഞ പരിശുദ്ധ അമ്മയുടെ ആ ഛായാചിത്രത്തിന് മുമ്പിലൊക്കെ നിന്ന് പല പ്രാവശ്യം കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ചു വന്നു. 2018 ഈ സംഭവം ഉണ്ടാവുന്നത്. നവംബർ മാസത്തിലാണ്. എൻ്റെ സഹോദരങ്ങൾ, അത്ഭുതമെന്ന് പറയട്ടെ, 2018 ഡിസംബർ 12 ഞാൻ പറഞ്ഞു, ഡിസംബർ 12 ആഗോള സഭയിൽ ഗുഡലൂപ്പ അമ്മയുടെ തിരുനാൾ ആഘോഷമാണ്. പരിശുദ്ധ ഗുഡലൂപ്പ അമ്മയുടെ തിരുനാൾ ദിവസമാണ് ഡിസംബർ 12. ആ ഡിസംബർ 12 2018 അന്നത്തെ MIB മിനിസ്റ്റർ ഷെക്കൻ ന്യൂസിൻ്റെ ആ ലൈസൻസ് അപ്രൂവൽ ചെയ്ത് സാധാരണക്കായി നമ്മുടെ കരങ്ങളിൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഈ ചാനല് കർത്താവ് ഏൽപ്പിച്ചു തരികയായിരുന്നു. ആവേ മരിയ, ആവേ മരിയ, ഉച്ചത്തിൽ പറഞ്ഞ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അതുകൊണ്ട് ഷെക്കൻ ന്യൂസിൻ്റെ പല കോർണറുകളിലും ഞാനായിരിക്കും എൻ്റെ ഓഫീസിലൊക്കെ ഗുഡലുപ്പമ്മയുടെ വലിയ ഛായാചിത്രമുണ്ട്. കാരണം അമ്മയാണ് ഇറങ്ങി വന്ന് ഇടപെട്ടത്, അമ്മയിലൂടെയാണ് സ്വർഗം പ്രവർത്തിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അത്ഭുതപ്പെട്ടു. ഡിസംബർ 12 തന്നെ ആ ലൈസൻസ് അപ്രൂവൽ ചെയ്ത് കിട്ടുക. അത് 13 15 അല്ലെങ്കിൽ 8 9 ഒന്നല്ല, കൃത്യം ഡിസംബർ 12 MIB മിനിസ്റ്റർ അത് സൈൻ ചെയ്ത് തരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എത്ര വലിയ കാര്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് ലോകത്തിൽ. നമുക്ക് ഷെക്കേനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഇടപെട്ട ഒരു കൊച്ചു അനുഭവം പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ 100 കണക്കിന് ദൈവിക ഇടപെടലുകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി, സഹായം വഴി, സാന്നിധ്യം വഴി അനുഭവിച്ചവരാണ് നമ്മളിൽ അധികം പേരും. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ ജോവാൻ ഡിയോഗയുടെ ഈ അങ്കിയിൽ പരിശുദ്ധ അമ്മ മാതാവ് തന്നെ പതിപ്പിച്ചു കൊടുത്ത തൻ്റെ ഛായാചിത്രം ഏകദേശം 500 വർഷങ്ങളായി 493 വർഷം 1531 നമ്മളത് കൗണ്ട് ചെയ്ത് 2024 നമ്മൾ നിൽക്കുന്നത്.
493 വർഷം കഴിഞ്ഞു. ഈ ഡിസംബർ ഇന്നലെ 493 വർഷങ്ങൾ പിന്നിട്ട് ഏകദേശം 500 വർഷമായി. എൻ്റെ സഹോദരങ്ങളെ, 10 വർഷം പോലും ഈ അങ്കി നിലനിൽക്കില്ല. അത്രയും നേർത്ത ഒരു നൂല് കൊണ്ടാണ്. അന്നത്തെ ഒരു അപരിഷ്കൃത വർഗമാണ്, ഗോത്രവർഗക്കാരായിരുന്നു. അവരുടെ ആചാരം അനുസരിച്ചുള്ള ഒട്ടും വിലപിടിപ്പില്ലാത്ത, പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു വസ്ത്രമായിരുന്നത്. അതാണ് 500 വർഷമായിട്ടും ഒരു കേടും കൂടാതെ മനോഹരമായിരിക്കും. ലോകത്തിനൊരു അത്ഭുതമാണ്, സയൻസിനൊരു അത്ഭുതമാണ്. നമ്മൾ ആ ഛായാചിത്രം ഒന്ന് കാണുകയാണ്. അതിൻ്റെ ഒറിജിനൽ ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ഛായാചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചേ, കണ്ടോ? അത് കൃത്യമായിട്ട് നോക്കിക്കേ. അത് സ്റ്റില്ലാക്കി നിർത്തി നോക്കി. നിങ്ങൾ ആ ചിത്രം നോക്ക് സഹോദരങ്ങളെ. പരിശുദ്ധ അമ്മ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഛായാചിത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളോട് ഞാൻ ഒന്ന് പറയുകയാണ്. നിങ്ങൾ ആ പ്രാർത്ഥനാപൂർവ്വം അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഒന്നാമത്തെ ഒരു വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരാൽ പകർത്തുവാൻ കഴിയാത്തതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇന്നേ വരെ മനസ്സിലാക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അത് മനുഷ്യർക്ക് പകർത്താൻ കഴിയാത്ത ആ ഒരു അവസ്ഥയാണ്. ഇതിൽ പെയിൻറ്റിൻ്റെ ഒരു പാടും, പെയിൻറ്റ് ചെയ്ത ബ്രഷിൻ്റെ ഒരു പാടും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത്രമാത്രം സൂക്ഷ്മമായ ഗവേഷണങ്ങൾക്കും പരിശോധനകൾക്കും ഈ ചിത്രം വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബ്രഷിൻ്റെ, ആ പെയിൻറ്റ് ചെയ്ത ബ്രഷിൻ്റെ ഒരു പാടുപോലും, അതിൻ്റെ ഒരു അടയാളം പോലും ഈ ചിത്രത്തിൽ കാണപ്പെട്ടിട്ടില്ല. ഈ ചിത്രം പതിഞ്ഞ പുറംകുപ്പായം ടിൽമ എന്നാണ് അതിൻ്റെ. അത് വളരെ നേർത്ത, അതിപ്രകാരമുള്ള ഒരു വസ്ത്രമാണ്. കാക്ടസ് നാരുകൾ കൊണ്ടാണ് ഈ മേലങ്കി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 5 വർഷമാണ് ഇതിൻ്റെ മാക്സിമം കാലാവധി. അതിനുള്ളിൽ ഇത് നശിക്കും. എന്നിട്ടും ഏതാണ്ട് 500 വർഷങ്ങൾക്ക് ശേഷവും അത് കേടുകൂടാതിരിക്കുന്നു. കാലക്രമേണ അതിൽ നൈട്രിക് ആസിഡ് വീഴുകയും കൂടാതെ 12 ഡൈനാമിറ്റ് സ്റ്റിക്കുകൾ ഉപയോഗിച്ചുള്ള ബോംബാക്രമണമൊക്കെ നേരിട്ടിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് പരിശുദ്ധ അമ്മ എപ്രകാരമാണോ ജുവാൻ്റെ അങ്കിയിൽ ഇത് പതിപ്പിച്ചു കൊടുത്തത്, ആ ആദ്യത്തെ അതേ അവസ്ഥയിൽ തന്നെ ഇന്ന് ഈ ചിത്രം തുടരുകയാണ്. ലോകത്തൊരു അത്ഭുതമാണ്. രണ്ടാമത് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. രണ്ടാമത്തൊരു പ്രത്യേകത, കർത്താവേ, ഈ ചിത്രം സമയത്തിലും ഗുണത്തിലും എല്ലാറ്റിനെയും, കാലാവസ്ഥകളെ അതുപോലെ മറ്റു പല പ്രതികൂല സാഹചര്യങ്ങളെ, ഇതിനെല്ലാം അതിജീവിച്ച് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിഖുവേൽ കംബേര എന്ന ചിത്രകാരൻ ഇതിൻ്റെ 3 പ്രസിദ്ധമായ പകർച്ചകൾ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം അത് ചെയ്തുണ്ടാക്കി. ഒരെണ്ണം മാർപ്പാപ്പയ്ക്കും, ഒരെണ്ണം അവിടുത്തെ മെത്രാപ്പോലിത്തയ്ക്കും, ഒരെണ്ണം അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ഏതാനും നാളുകൾ കഴിയുമ്പോഴേക്കും അതെല്ലാം കേടുപാടുകളുണ്ടായി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇതിൻ്റെ പകർപ്പുകൾ ഉണ്ടാക്കാൻ അസാധ്യമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരൻ ഗുണം നിറഞ്ഞ ഒരു ക്യാൻവാസിൽ ലഭ്യമായ 4 തരം ചായങ്ങൾ ഉപയോഗിച്ച് ഈ വിശുദ്ധ ചിത്രത്തെ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് കഠിനമായ പരിശ്രമത്തിന് ശേഷമാണ് ആ കലാകാരൻ താൻ പരാജയപ്പെട്ടതായി സമ്മതിക്കേണ്ടി വരുമെന്ന് ഈ മിഖുവേൽ കാമ്പെയ്ൻ എന്ന് പറയുന്ന 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ കലാകാരൻ, വലിയ ചിത്രകാരനാണ്. അദ്ദേഹം
അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ല, അത് പരാജയപ്പെടും. ഇത് സാധ്യമല്ല, ഇത് സാധ്യമല്ല, ഇത് സാധ്യമല്ല. വീണ്ടും അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മയുടെ ചിത്രം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുതയ്ക്ക് ശാസ്ത്രത്തിന് യാതൊരു വിശദീകരണം തരുവാനില്ല എന്ന് ഡോക്ടർ അഡോൾഫ് ഓറസ്കോ പറഞ്ഞു. ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് കിരണങ്ങൾ കൊണ്ടിട്ടും ദേവാലയത്തിന് ചുറ്റുമുള്ള ചൂടും ഉപ്പ് കലർന്ന വായുവും ഏറ്റിട്ടും ഈ ചിത്രത്തിന് യാതൊരു ഭാവമാറ്റവും വരുന്നില്ല, രൂപമാറ്റം സംഭവിക്കുന്നില്ല. ഇത് 100% ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഒന്നാമതൊരു പ്രത്യേകത, വസ്ത്രത്തിൽ പതിഞ്ഞിരിക്കുന്ന രൂപം ഒരു മനുഷ്യ ശരീരത്തിൻ്റെതായ പ്രത്യേകതകൾ കാണിക്കുന്നു. ആ അമ്മയുടെ ഛായാചിത്രം നിങ്ങൾ വിശ്വാസത്തോടെ നോക്കിക്കേ. ആവേ മരിയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ശാസ്ത്ര സമൂഹം ഈ കണ്ടുപിടുത്തത്തിലാണ് ശരിക്കും അമ്പരന്ന് പോയത്. 1979 ഡോക്ടർ കലാഹൻ ഇൻഫ്രാഡ് എന്ന് പറയുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വസ്ത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ ചിത്രം പരിശോധിച്ചപ്പോൾ അത്ഭുതവാഹമായ ഒരു കാര്യം കണ്ടെത്തി. ഈ തുണി എപ്പോഴും ഒരേ ഊഷ്മാവ് തന്നെ നിലനിർത്തുന്നു. അതായത് ജീവിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അതേ താപനിലയായ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞ് 36.6 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും നിലനിർത്തുന്നു. മെക്സിക്കൻ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കാർലോസ് ഫെർണാണ്ടസ് ഡെ കാസ്റ്റിലോ വസ്ത്രത്തിലെ പരിശുദ്ധ അമ്മയുടെ രൂപം പരിശോധിച്ചപ്പോൾ മാതാവിൻ്റെ ഗർഭപാത്രത്തിന് സമീപമായി 4 ഇതളുകളുള്ള ഒരു പുഷ്പം അത് വലുതാക്കി അത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആസ്റ്റെക്സ് ആ പുഷ്പത്തെ നാഹുയി ഒലീൻ എന്നാണ് വിളിച്ചത്. സൂര്യൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ പുഷ്പം. അത് കാണുകയാണ് സഹോദരങ്ങൾ. എന്ന് ചിന്തിച്ചു നോക്കി. കൂടുതൽ പരിശോധനയിൽ ആ ചിത്രത്തിലെ മാതാവിൻ്റെ ശരീരത്തിൻ്റെ അളവുകൾ പ്രസവമടുത്ത ഒരു സ്ത്രീയുടെ ശരീര അളവുകൾക്ക് തുല്യമായിരുന്നു എന്ന വസ്തുതയും ഡോക്ടർ കാസ്റ്റിലോ കണ്ടെത്തി. 4ാമതായി, നശിപ്പിക്കുവാൻ കഴിയാത്തതായി ഈ ഛായാചിത്രം അമ്മയുടെ ചിത്രം നിലകൊള്ളുകയാണ്. നൂറ്റാണ്ടുകൾക്കിടയിൽ ഈ ചിത്രത്തിന് അനേകം ഭീഷണികൾ ഉയർന്നു. എന്നാൽ 2 വ്യത്യസ്തമായ സംഭവങ്ങൾ. ഒന്ന് 1785 ഒരു ജോലിക്കാരൻ ഈ ചിത്രത്തിന് ചില്ല് കവചം വൃത്തിയാക്കുന്നതിനിടയ്ക്ക് 50% നൈട്രിക് ആസിഡ് അടങ്ങുന്ന ആസിഡിൻ്റെ ആ ലായനി ഒരു വലിയ ഭാഗം അവിചാരിതമായി ചിത്രത്തിൽ വീഴുവാനിടയായി. അപ്പോൾ തന്നെ ആ ചിത്രവും മറ്റു ഭാഗങ്ങളും ദഹിച്ചുപോയി. എങ്കിലും 30 ദിവസങ്ങൾക്കിടയിൽ അത് വീണ്ടും പൂർവസ്ഥിതി കൈവരിച്ചു. ആവേ മരിയ, ആവേ മരിയ. ഒരു മനുഷ്യർക്കും ഇത് സാധ്യമല്ല, സയൻസിന് സാധ്യമല്ല. ഇത് സർവശക്തന് സർവാധിപനുമായ കർത്താവിന് മാത്രമേ സാധിക്കൂ. 30 ദിവസങ്ങൾക്കുള്ളിൽ അത് വീണ്ടും പൂർവസ്ഥിതി കൈവരിച്ചു. പരിശുദ്ധ അമ്മയുടെ ചിത്രമില്ലാത്ത ഭാഗങ്ങളിൽ ചില ചെറിയ പാടുകൾ ഒഴിച്ചാൽ ആ വസ്ത്രം തീർത്തും ഇന്നും സുരക്ഷിതമാണ്. ഗുഡ്ലുപ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് അൾത്താരയുടെ ഏറ്റവും പ്രധാന അൾത്താരയുടെ പുറകിൽ ഈ ഛായാചിത്രം കാണുവാൻ നമുക്ക് കഴിയും. 1921 പൗരോഹിത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്ന ഒരാൾ 29 ഡൈനാമിറ്റുകൾ അടങ്ങുന്നൊരു ബോംബ് റോസാപുഷ്പങ്ങൾ നിറഞ്ഞൊരു ചെടിച്ചട്ടിൽ നിക്ഷേപിച്ച ശേഷം അത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന് മുൻപിലായി വെച്ചു. അദ്ദേഹം കള്ളത്തരത്തിലൂടെ കാപട്യത്തിലൂടെ ചെയ്തൊരു കാര്യമാണ് ഈ ഛായാചിത്രത്തെ നശിപ്പിച്ചില്ലാതാക്കാൻ. ആ സ്ഫോടന സ്ഥലത്ത് നിന്ന് 150 മീറ്ററുകൾ അകലെയുള്ള ജനലുകൾ വരെ തകർന്നു. എന്നാൽ ഈ ചിത്രവും അതടങ്ങുന്ന കവചവും യാതൊരു കുഴപ്പവും കൂടാതെ നിലകൊണ്ടു. ദൈവമാതാവിന് ദർശനം ലഭിച്ച ജുവാൻ ഡീഗോയെ കത്തോലിക്ക സഭ, പരിശുദ്ധ സഭ 2002 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഈ ചിത്രം ഇന്നും വിശ്വാസത്തിന് വലിയൊരു സാക്ഷ്യമായി ഗുഡലൂപ്പയിൽ നിലനിൽക്കുകയാണ്. ശാസ്ത്ര ഗവേഷകർക്കോ നിരീശ്വരവാദികൾക്കോ ഉത്തരം കഴിയാൻ സാധിക്കാത്ത ഒരു വസ്തുതയായി തന്നെ ഇത് നിലനിൽക്കുന്നു. ഒപ്പം തന്നെ
പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ താടിയുള്ളൊരു മനുഷ്യരൂപം സൂക്ഷ്മമായ ആ ഒരു പരിശോധനയിൽ കണ്ടെത്തി. താടിയുള്ളൊരു മനുഷ്യൻ, അത് ജുവാൻ ഡിയോഗയുടെ സമകാലിക ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി. കൂടാതെ ഒരു മനുഷ്യനും ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അസാധ്യമാണ്. ജോസ് ആസ്റ്റേ ടോൺസ്മാൻ എന്ന പെറുവൈൻ ഒഫ്തൽമോളജിസ്റ്റ്, കണ്ണിൻ്റെ ഒഫ്തൽമോളജിസ്റ്റ് അമ്മയുടെ കണ്ണുകൾ 2500 മടങ്ങ് വലുതാക്കി പരിശോധിച്ചു. നമ്മുടെ കണ്ണ് 2500 മടങ്ങെന്ന് പറയുമ്പോൾ എന്തോരം വലിപ്പുണ്ടാവും അതിൻ്റെ സൈസ്. മനുഷ്യൻ്റെ കണ്ണ് ഒരു പ്രതിബിംബത്തെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ 2 കണ്ണുകളിലും 13 വ്യക്തികളെ വ്യത്യസ്ത അനുപാതങ്ങളിൽ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒന്ന് ജുവാൻ ഡിയാഗോ, 2 സുമരാഗ ബിഷപ്പ്, 1 അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ സേവകരെ. ആ മേലങ്കി വിരിച്ചു പിടിച്ച നിമിഷമായിരുന്നു അത് അമ്മയുടെ കണ്ണുകളിൽ അവർ കണ്ടെത്തുകയാണ്. ജുവാൻ ഡിയാഗിയെയും ബിഷപ്പിനെയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആ സേവകരെ എല്ലാം ആ ശാസ്ത്ര ഗവേഷണ പരിശോധന സമയത്ത് ആ വലിയ നേത്ര വിദഗ്ധൻ കണ്ടെത്തുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ശ്രദ്ധിക്കാം. ഇന്നും ഒരു അത്ഭുതമാണ് ഗുഡലൂപ്പയിൽ ജുവാൻ ഡിയോഗയുടെ അങ്കിയിൽ പതിഞ്ഞ പരിശുദ്ധ അമ്മയുടെ ഈ ഛായാചിത്രം. പല പ്രാവശ്യം ഞാനിങ്ങനെ അവിടെ എസ്കലേറ്ററുണ്ട്, അതിലിങ്ങനെ പോയി അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് നോക്കി. ആ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിപാട് 12:1 അത് അക്ഷരികമായി ഗുഡലൂപ്പ അമ്മയുടെ ഛായാചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കണ്ടു, അതിൻ്റെ അടിയിൽ ചന്ദ്രനാണ്. സൂര്യനുടയാടയാക്കിയ സ്ത്രീ, ചന്ദ്രൻ അവളുടെ പാദങ്ങൾക്ക് കീഴെ. സൂര്യനെ പോലെ പ്രശോഭിതയായി ചന്ദ്രനെ പാദപീഠമാക്കിയ രീതിയിലാണ് ഗുഡലൂപ്പയിൽ പരിശുദ്ധ അമ്മ ജുവാൻ ഡിയോഗയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, എൻ്റെ മകനെ നീ എന്തിനാണ് അസ്വസ്ഥനാക്കുന്നത്, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? അമ്മ എല്ലാം നോക്കിക്കോളാം, അമ്മ എല്ലാം നോക്കിക്കോളാം. എൻ്റെ സഹോദരങ്ങളെ, ഈ വാക്കുകൾ നമുക്ക് ഏറ്റെടുത്ത് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ കരങ്ങൾ പിടിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന ഈ പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്കും, നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ സഭയ്ക്കും, ഈ തലമുറയ്ക്കുള്ള സ്വർഗത്തിൻ്റെ അടയാളങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങൾ അതിനായി ക്രമപ്പെടുത്താം.